നിരോധിത ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് SDPIയുടെ ദേശീയ പ്രസിഡന്റിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതേ ചൊല്ലി അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് SDPIയും പോപ്പുലർ ഫ്രണ്ടും രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ നിരോധനം SDPIക്കും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. ഈ നിരോധനം ആരുടെ പരിഗണനയിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ SDPI ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയതുകൊണ്ട് തന്നെ നിരോധനം ഏർപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ വഴിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ പരിശോധനകൾ നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉടനെ തന്നെ നിരോധനം ഉണ്ടായേക്കും എന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. PFIയെ നിരോധിക്കാൻ ബാധകമായ എല്ലാ കാര്യങ്ങളും SDPIക്കും ബാധകമാണെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദീകരിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് SDPIയുടെ ദേശീയ പ്രസിഡന്റായിട്ടുള്ള MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ പാർട്ടി എന്ന പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് SDPIക്ക് നേരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന വലിയ കുറ്റം എന്ന് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI. പോപ്പുലർ ഫ്രണ്ട് SDPIക്ക് വേണ്ടി ഗൾഫ് രാജ്യങ്ങളിൽ പണം പിരിച്ചിരുന്നു. ആ പണം റമദാൻ ഫണ്ട് എന്ന പേരിൽ ഇവിടെ എത്തിച്ച് ഇവിടെ ഭീകരാക്രമണങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടത്താനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ട് എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും SDPIയെ നിരോധിക്കുന്ന കാര്യം ഇപ്പോൾ പരിഗണിക്കുക എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിൽ വരുന്നതായതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദുരൂഹമായ വിവിധ അക്കൗണ്ടുകളിലൂടെ PFIയിൽ നിന്ന് 4.07 കോടി രൂപ SDPIയിലേക്ക് ഒഴുകിയിട്ടുണ്ട് എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ഇതേപറ്റിയുള്ള ചോദ്യം ചെയ്യലിന് വേണ്ടി കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം 12 തവണ നോട്ടീസ് അയച്ചിട്ടും MK ഫൈസി ഹാജരായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. PFIക്കും SDPIക്കും ഓരോ അംഗങ്ങളാണെന്നും രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ നയരൂപീകരണവും പൊതുപരിപാടികളും പ്രവർത്തകരെ സംഘടിപ്പിക്കുന്നതുമെല്ലാം തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമെല്ലാം പോപ്പുലർ ഫണ്ടാണ് ചെയ്യുന്നത് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തിനു പറയുന്നു, SDPIയുടെ സ്ഥാനാർത്ഥി നിർണ്ണയം പോലും പോപ്പുലർ ഫണ്ടാണ് ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പോപ്പുലർ ഫണ്ടും SDPIയും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. രണ്ടും രണ്ട് സംഘടനകളല്ല, രണ്ടും ഒരു സംഘടനകളാണ്. എത്രയും വേഗം നിരോധിക്കണം. പോപ്പുലർ ഫണ്ട് ഭീകരെല്ലാം ഇപ്പോൾ SDPIയിലാണ് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ നിരോധിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.